ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതേസമയം പഠനാർഹമായിട്ടുള്ള വിഷയത്തെക്കുറിച്ച്. അതായത് നമ്മളെല്ലാവരും കേട്ട ഒരു വിഷയമാണ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയും. ഐൻസ്റ്റീൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ആപേക്ഷിക സിദ്ധാന്തം എന്നുള്ളതാണ്. എന്നാൽ എന്താണ് ആപേക്ഷിക സിദ്ധാന്തം എന്നുള്ള ഒരാളടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിസിക്സ് ഒക്കെ പഠിച്ച ഒരാളടുത്ത് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് ഈ ആപേക്ഷിക സിദ്ധാന്തത്തിലുള്ള ചില കാര്യങ്ങൾ ഖുർആനും അല്ലെങ്കിൽ പ്രവാചകൻ ചില ഹദീസുകളും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ആപേക്ഷിക സിദ്ധാന്തത്തിൽ കുറേ സംഭവങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സംഭവത്തെക്കുറിച്ച്, ഒന്ന് രണ്ട് സംഭവത്തെക്കുറിച്ചാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്? ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? ആപേക്ഷികം എന്ന് പറയുമ്പോൾ ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഒരു ക്രിക്കറ്റ് ബോളും ഫുട്ബോളും കാണിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇതിൽ ഏതാണ് വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും അത് ഫുട്ബോൾ ആയിരിക്കും വലുത് എന്ന് നിങ്ങൾ പറയും, അല്ലേ? എന്നാൽ ഫുട്ബോളാണോ ഭൂമിയാണോ വലുത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും അത് ഭൂമിയായിരിക്കും വലുത്. എന്നാൽ ഭൂമിയാണോ സൂര്യനാണോ വലുത് എന്ന് ചോദിച്ചാൽ പറയും സൂര്യനായിരിക്കും വലുത്. കാരണം ഭൂമിയെ പോലുള്ളൊരു 13 ലക്ഷം ഭൂമികളെ സൂര്യനിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനർത്ഥം സൂര്യനാണ് വലുത് എന്നുള്ളതല്ല. സൂര്യനേക്കാളും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈസ് വലിപ്പമുള്ള സൂര്യന്മാർ നമ്മളെ പ്രപഞ്ചത്തിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒന്ന് മറ്റൊന്നുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. അതിനാണ് നമ്മൾ ആപേക്ഷികം എന്ന് പറയുന്നത്. അപ്പോൾ ഐൻസ്റ്റീൻ പറയാണ് സമയം ആപേക്ഷികമാണ്. സമയം ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ മനസ്സിലാക്കുന്നത്? അതായത് സമയം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള സമയം ആയിരിക്കില്ല, വേറെ ചില സ്ഥലത്തുള്ള സമയങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതെങ്ങനെ വ്യത്യാസപ്പെടുന്നത്? ഐൻസ്റ്റീൻ പറയുന്നത് ഒരു സ്ഥലത്ത് കാലം എന്ന് പറയാം, സ്ഥലവും സമയവും ബന്ധപ്പെട്ട് കിടക്കുക, സ്ഥലകാലം എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഗ്രാവിറ്റി കൂടുമ്പോൾ സമയം വളരെ സാവധാനത്തിലാണ് അവിടെ മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ സ്ഥലം കൂടുമ്പോൾ സാവധാനത്തിലാണ് സമയം ചലിക്കുള്ളൂ എന്ന് പറയുന്നത്, സമയം കടന്നു പോവുകയുള്ളൂ. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ നമ്മൾ ഖുർആനിലേക്ക് അല്ലെങ്കിൽ ഹദീസിലേക്ക് വന്നിട്ട് മനസ്സിലാക്കി നോക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ ഭൂമിയേക്കാളും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സൈസ് വലിപ്പമുള്ള സ്ഥലമാണ് സ്വർഗവും നരകവും എന്നൊക്കെ പറയുന്നത്. കാരണം അത്ര ആൾക്കാരെ ഉൾക്കൊള്ളണമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അവിടുത്തെ സമയം എന്തായിരിക്കും? അവിടെ സ്ഥലം വളരെ കൂടുതലാണ്. അവിടെ സ്ഥലം കൂടുതലായിരിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അതിനർത്ഥം ഗ്രാവിറ്റി കൂടുകയാണെങ്കിൽ അവിടെ സമയം എന്തായിരിക്കും? അപ്പം അത് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ ആയത്തിലേക്ക് വരികയാണ്. ബഅദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വയസ്തഅജിലൂനക ബിൽഅദാബ്, ശിക്ഷയുടെ കാര്യത്തിൽ അവർ നിന്നോട് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലൻ യുഖ്ലിഫല്ലാഹു വഹദഹു, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫ സനതി മിമ്മാ തഉദൂൻ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷങ്ങളാണ് അവിടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതായത് ശിക്ഷയുടെ കാര്യത്തിൽ ആളുകൾ ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പൊതുവെ കാണുന്നൊരു ഇതാണ്. അതായത് ആളുകൾ ഭൂമിയിൽ അല്ലെങ്കിൽ ഇവിടെ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു ചോദ്യമാണ്, അങ്ങനെ അല്ലാഹ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമുക്ക് ശിക്ഷ വരുന്നില്ലല്ലോ, അല്ലേ? പല യുക്തിവാദി നിരീശ്വരവാദികളും അങ്ങനെ ചോദിക്കാറുണ്ട്. നമുക്കറിയാം, ഇപ്പം ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ അക്രമം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ, അമേരിക്കയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളും ചിന്തിക്കും, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നതാണ് പറയുന്നത്, അങ്ങനെ അല്ലാണ്ട് എന്തുകൊണ്ട് ശിക്ഷ വരുന്നില്ല? ഞങ്ങളിവിടെ ഗാസയിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളൊക്കെ എത്രയോ ആളുകളെ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹിൻ്റെ ഉത്തരം അതാണ്, നിങ്ങൾ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. വലൻ യുഖ്ലിഫല്ലാഹു വഹദഹു, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. വ ഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫ സനതി മിമ്മാ തഉദൂൻ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷങ്ങളാണ് അവിടെ ഒരു ദിവസം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷം ഭൂമിയിലത്തെ 1000 വർഷം, അല്ലേ? നമ്മൾ എണ്ണുന്നതാണല്ലോ. എന്നാൽ ഈ ഭൂമിയിലുള്ള 1000 വർഷം കഴിയുമ്പോഴാണ് ശിക്ഷ നടക്കുന്ന സ്ഥലത്ത് എന്ന് പറയുമ്പോൾ നരകത്തിലായിരിക്കും അവിടെ ഒരു ദിവസം കഴിയുള്ളൂ. അതായത് അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഭൂമിയിൽ 1000 വർഷം കഴിയുമ്പോൾ മാത്രമാണ് ഒരു ദിവസമുള്ളൂ. അതിനർത്ഥം നരകത്തിൽ പോയി അവിടെ ശിക്ഷ അനുഭവിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള 1-2 മണിക്കൂർ മാത്രമാണ് ഭൂമിയിൽ 70-100 വർഷം എന്ന് പറയുന്നത്.
നരകത്തിൽ കിടക്കാനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 2-3 മണിക്കൂർ മാത്രമാണ് ഭൂമിയിൽ അവന് കൊടുക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്തിനുള്ളിലാണ് അവൻ ഈ അക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അതാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്, സമയം എന്ന് പറയുന്ന ആപേക്ഷികമാണ്, അല്ലെ? ആപേക്ഷികം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിലെ സമയമല്ല നരകത്തിന് സ്വർഗത്തിലുള്ളത് എന്നാണ് പ്രവാചകൻ പറയുന്നത്. അതിനാണ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. സമയം ആപേക്ഷികമാണ് എന്ന് പറയുമ്പോൾ എല്ലായിടത്തും സമയം ഒരുപോലെയല്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആപേക്ഷിക സിദ്ധാന്തത്തിലെ ഫസ്റ്റ് സംഭവം എന്ന് പറയുന്നത് ടൈം ഈസ് റിലേറ്റീവ് എന്നാണ്. സമയം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ഈ ഖുർആനിൽ വേറെ പല സ്ഥലത്ത് സമയങ്ങൾ പറയുന്നുണ്ട്. അത് ബില്യൺ വർഷങ്ങളുണ്ട്, 50,000 വർഷങ്ങളുണ്ട്, അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ. അതിപ്പോൾ ഇവിടെ ചർച്ചയുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. എന്തായാലും നമ്മൾ മനസ്സിലാക്കുക, സമയം എന്ന് പറയുന്ന ആപേക്ഷികമാണ്. ഭൂമിയിലുള്ള നമ്മൾ അക്രമം പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷ പെട്ടെന്ന് വരാത്ത എന്താണ്, അവർക്കൊരു സമയം കൊടുത്തിട്ടുണ്ട്. അവർക്കൊരു സമയം കൊടുത്തു. നമുക്ക് എല്ലാവർക്കും സമയമുണ്ട്. നമ്മളൊരു ഫ്രീ വില്ലും ഇൻ്റലിജൻറ്റും കൊടുത്തുകൊണ്ട് ഇങ്ങോട്ട് അയച്ചതാണ്. നമ്മൾ പരീക്ഷാടിസ്ഥാനത്തിൽ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു അക്രമം ചെയ്യുമ്പോൾ ഉടനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രസക്തി ഇല്ല. എല്ലാവർക്കും ഒരു സമയമുണ്ട്. നമ്മൾ തെറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ആ തെറ്റിയത് ഉടനെ തന്നെ ശിക്ഷിക്കാതെ പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ അന്ന് പറയാം, നിങ്ങൾക്ക് ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങളെ സമയം എന്ന് പറയുന്നത് ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ നരകത്തുമായിട്ടോ അല്ലെങ്കിൽ ശിക്ഷ നടക്കുന്ന സ്ഥലത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള സമയം. ആ സമയത്തിൽ നിങ്ങൾ അക്രമം പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് അതിഭീകരമായിട്ടുള്ള ശിക്ഷ വരാനുണ്ട് തന്നെ ഉണ്ട്. അത് നിങ്ങൾ ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇനി അതേസമയം മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റ് കൂടി ഇവിടെ പറയാൻ പോകുന്നത്, അതായത് ഇനിയിപ്പോൾ നമ്മൾ ഈ ഗ്രാവിറ്റി കൂടുതലുള്ള സ്ഥലത്ത് കുറച്ച് സമയം പോയി നിന്ന് ഭൂമിയിലേക്ക് തിരിച്ചു വന്നാൽ എന്താ സംഭവിക്കുക? അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിൾ അവിടെ പറയാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഈസാ നബി അലൈഹി ഇസ്ലാം എന്ന് കേട്ടിട്ടുണ്ട്. മുസ്ലിങ്ങൾ പറയുന്ന ഈസാ നബി അലൈഹി ഇസ്ലാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ പറയുന്നത് ജീസസ് ക്രിസ്റ്റ്. അപ്പോൾ ഈ ഈസാ നബി അലൈഹി ഇസ്ലാം എന്താണ് തിരിച്ചു വരും, അവസാന കാലഘട്ടത്തിൽ തിരിച്ചു വരും, അല്ലെങ്കിൽ തിരിച്ചു വരാനുള്ള സമയമായിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ്. പക്ഷെ ക്രിസ്ത്യാനികൾ പറഞ്ഞത് എന്താണ്, അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ജീസസ് ക്രിസ്റ്റിനെ കുരിശിലേറ്റി എന്നുള്ളതാണ്. അദ്ദേഹം പിന്നെ ഉയർത്തെഴുന്നേറ്റ് തിരിച്ചു വരും, അങ്ങനെയാണ് അവരുടെ വിശ്വാസമെങ്കിൽ ഇസ്ലാമിൽ എന്താണ് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഒമാ ഖതലുഹു ഒമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരെ ഈസാ നബിയെ കൊല്ലാനോ കുരിശിലേറ്റാനോ കഴിഞ്ഞിട്ടില്ല, അള്ളാഹുലേക്ക് ഉയർത്തി. ഇനിയിപ്പോൾ അള്ളാഹിലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഈ സ്വർഗത്തിൻ്റെ അടുത്താണ് വിചാരിച്ചു നോക്കി. സ്വർഗത്തിൻ്റെ അടുത്തും ഇതുപോലെ ആയിരിക്കുമല്ലോ. അതായത് ഒരു ദിവസം ഇവിടുത്തെ 1000 വർഷം കഴിയുമ്പോഴാണ് അവിടെ ഒരു ദിവസമാവുള്ളൂ. അപ്പോൾ ഈ സ്വർഗത്തിൻ്റെ അടുത്ത് തന്നെ ഒരു 2-3 ദിവസം നിന്ന് കഴിഞ്ഞാൽ ഭൂമിയിൽ 2000-3000 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാം തിരിച്ചു വരുമ്പോൾ എന്താണ്, ഈസാ നബി അലൈഹി സ്വലാം ഒരു 33-35 വയസ്സിലാണ് പോകുന്നത്. അതേ പ്രായം തന്നെ ആയിരിക്കും. തിരിച്ചു വരുമ്പോൾ 1-2 ദിവസത്തെ വ്യത്യാസം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഏജിലുണ്ടാവുള്ളൂ. അതേസമയം ഭൂമിയിലും 2000-3000 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അതാണ് സംഭവിക്കുന്നത്. അല്ല ഈസാ നബിനെ കുരിശിലേറ്റ് കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് ഞാൻ മറ്റുള്ള മതസ്ഥർക്ക് പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇസ്ലാമിക് തിയോളജി അനുസരിച്ചുള്ള സംഭവം പറയുന്നത്. അതായത് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം അങ്ങനെ ഒരു ഗ്രാവിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ ജസ്റ്റ് 2-3 ദിവസം നിന്നാൽ, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിൽ നിന്നാൽ തന്നെ ഭൂമിയിലുള്ള വളരെയധികം സമയങ്ങൾ പോയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ ഈസാ നബി അലൈഹി സ്വലം തിരിച്ചു വരുമ്പോൾ 2500-3000 വർഷം ആകും എന്ന് പറയുമ്പോൾ, ഇനിയിപ്പോൾ വരാൻ സമയമായി എന്ന് പറയുമ്പോൾ സ്വർഗത്തിൻ്റെ അടുത്ത് 2-2.5 ദിവസം നിന്ന് തിരിച്ചു വന്നാൽ തന്നെ ഇത്രയും കാലം ഭൂമിയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ആപേക്ഷിക സിദ്ധാന്തം എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പല ആളുകൾക്കും ആപേക്ഷിക സിദ്ധാന്തം അത് പറഞ്ഞു തരാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ കഴിയില്ല എന്ന് പറയാൻ കാരണം അതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. നമുക്ക് ഇങ്ങനെ ആകുമ്പോൾ വളരെ ഒരു എക്സാമ്പിളാണ് ഇതൊക്കെ. അപ്പോൾ സഹോദരന്മാരെ, ഈ ജീവിതം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ്. അതിലെന്ത് ചെയ്യുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അക്രമം അനീതിയും പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചെറിയ സമയം കൊടുത്തതാണ്. അതുകൊണ്ട് എന്താണ്, അവരങ്ങനെ വിജയിച്ച് മുന്നേറുന്നു എന്നൊന്നും ആരും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള രസകരമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.